വെൽക്കം ടു നീഡിൽ ആൻഡ് ബ്ലോസം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കുർത്തി എങ്ങനെ മറ്റൊരു കുർത്തിയിൽ നിന്നും അളവെടുത്തിട്ട് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലോത്ത് അല്ല, അതിന് പകരം 1/4 സ്കെയിലിൽ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ഒരു പാറ്റേൺ പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ കറക്റ്റ് കാണാനും പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു കുർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി വാങ്ങുമ്പോൾ ആ തുണി ഒരു 44 ഇഞ്ച് വീതിയും ഒരു 2.5 മീറ്റർ നീളത്തിലുമാണ് പൊതുവേ നമ്മൾ ക്ലോത്ത് മുറിച്ചിട്ട് വാങ്ങുക. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലുള്ള കുർത്തി വരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് പറ്റും. ഒരു 12 ഇഞ്ച് സ്ലീവും നമുക്ക് ഇതിന് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ജോയിൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത്തുള്ള സ്ലീവും ഈ ഒരു മെഷർമെൻറ്റിലുള്ള ക്ലോത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുർത്തിയുടെ അളവ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പറിൻ്റെ ഈ സൈഡിൽ ആണ് ഞാൻ ഈ മെഷർമെൻറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുർത്തി ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ അതിൽ നമ്മൾ ഈസൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതൊരു പ്രത്യേക രീതിയിൽ എത്ര കൂട്ടി ഡിവൈഡ് ചെയ്ത് അതിനൊരു മെത്തേഡ് ഉണ്ട്. ഇത് ആ രീതിയല്ല. ഇത് നമ്മളൊരു കുർത്തി ഒരാൾ നമ്മളെ കയ്യിൽ തന്നിട്ട് അത് വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആ കുർത്തിയിൽ നിന്ന് എടുത്ത നേരിട്ടുള്ള അളവുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2.5 മീറ്റർ നീളവും 44 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് ഇതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അതിതാ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ആദ്യം ഹാഫായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തു, വീണ്ടും അത് ലെങ്ത്ത് വൈസ് ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോത്ത് മുറിച്ച് വാങ്ങുമ്പം എങ്ങനെയായാലും അതിൻ്റെ അകത്ത് കുറച്ചൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതാ ഒരു ചെറിയ 90 ഡിഗ്രിയിൽ സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ആ ലൈനിൽ നിന്ന് നമുക്ക് തുന്നൽ തുമ്പ്, നമ്മളിപ്പോൾ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും പിന്നെ താഴെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചും തുന്നൽ തുമ്പ് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ 1.5 ഇഞ്ച് നമ്മൾ ഈ താഴ്ഭാഗത്തു നിന്ന് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 ഇഞ്ച് ഇതാ നമ്മൾ മുകളിലെ തുന്നൽ തുമ്പിന് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ വീണ്ടും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളെ ഫുൾ ലെങ്ത്ത് ഇതിൽ ഫുൾ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 46 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെയാണ് 46 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 46 ഇഞ്ച് കിട്ടിയ ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ 90 ഡിഗ്രി സ്കെയിൽ ഉപയോഗിക്കാവും നമുക്ക് എപ്പോഴും നല്ലത്. അവിടെ നിന്ന് നമ്മളെ ഷോൾഡർ 14, അപ്പോൾ ഹാഫ് ഷോൾഡർ 14, അപ്പോൾ 14ൻ്റെ ഹാഫ് 7, അപ്പോൾ 7 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 7 ഇഞ്ചിന്ന് ഷോൾഡർ വേണമെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമുക്കവിടെ തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണമല്ലോ നമ്മളെ തുന്നൽ തുമ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ചും കൂടി ചേർത്ത്
7.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തിയ അതേ 7.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് താഴേക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ നമ്മളിതുപോലെ സ്കെയിൽ വെച്ച് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ റൗണ്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താൻ. അപ്പം റൗണ്ട് ചെസ്റ്റ് 36-ൻ്റെ ഫുൾ റൗണ്ട് ചെസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ 4 ഭാഗമാക്കിയല്ലേ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4-1 ഭാഗം കിട്ടണം. അപ്പം 36-ൻ്റെ 1/4 വരുന്നത് 9. അപ്പോൾ 9 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഇതാ 9 ഇഞ്ച് അടയാളപ്പെടുത്തി ശേഷം നമ്മൾ ഒരു 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് സെപ്പറേറ്റ് ആയിട്ടും ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിൽ തന്നെ നമ്മൾ ഷോൾഡർ എത്രയാണോ അടയാളപ്പെടുത്തിയത് ആ ഒരു അളവ് നമ്മൾ ഇതിൽ ഇവിടെയും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 2 പോയിൻറ്റും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 14 അപ്പോൾ നമ്മൾ 14.5 കാരണം ഇവിടെ തയ്യൽ തുമ്പ് അര പോവുമല്ലോ. അപ്പോൾ നമ്മൾ 14.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് 14.5 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് വേസ്റ്റ് 32 അപ്പോൾ നമ്മൾ അതിൻ്റെ 1/4 അപ്പം 8 വരും. അപ്പോൾ ആ 8 നമ്മൾ എന്നിട്ട് നമ്മൾ മുകളിൽ ചെയ്ത പോലെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പ് ലെങ്ത്ത് 21. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അരയും കൂടി കൂട്ടിയിട്ട് 21.5 ഇതാ ഇവിടെ മുകളിൽ നിന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതാ നമ്മളിവിടെ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി അവിടെ ഇതാ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 1/4 ഹിപ്പ് റൗണ്ട് 38 അപ്പോൾ 38-ൻ്റെ 1/4 9.5 അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ 9.5 അടയാളപ്പെടുത്തുക. ശേഷം ഒരു 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും അടയാളപ്പെടുത്തുക. ഇതാ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ മാർക്ക് ചെയ്യുക. സീം അലവൻസും ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ സീം അലവൻസ് ചേർത്ത് 10.5 10.5 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഹിപ്പിൻ്റെ റൗണ്ട്. അപ്പം ആ ഹിപ്പിൻ്റെ റൗണ്ടിനോട് 10.5 എന്നുള്ളത് 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഏറ്റവും താഴെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ 10.5-നോട് 1 ഇഞ്ച് കൂടി കിട്ടുക 11.5. ഇതാ ഇതുപോലെ 11.5 അടയാളപ്പെടുത്തുക. നമ്മൾ സ്ലിറ്റഡ് കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റഡ് കുർത്തി ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ കൂടുതൽ ഹിപ്പിൻ്റെ ഫുൾ റൗണ്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ മാത്രമേ താഴെ വിടുത്ത് കൂടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല കുർത്തിക്ക്. അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അടയാളപ്പെടുത്തിയതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ മാത്രമേ താഴെ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്ത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ നമ്മളിതാ സ്കെയിൽ വെച്ചിട്ട് ആദ്യം
ഹിപ്പും ബോട്ടം സൈഡും കൂടെ ഇതാ ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ല ഹിപ്പ് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഹിപ്പ് കർവ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെസ്റ്റും പേസ്റ്റും ചേരുന്ന ഭാഗത്തും ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യണം. ഇവിടെ ഒരു 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. പിന്നെ നമ്മളത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ നമ്മളെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ ഒരു 3 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത്, ലെങ്ത്ത് 5 ഇഞ്ച്. അപ്പോൾ നമ്മളൊരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നിങ്ങളടുത്ത് ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ചെയ്യാം. ഒരു 2 ഇഞ്ച് ഇവിടെ. എന്നിട്ട് അതും നമ്മൾ ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഷോൾഡർ സ്ലോപ്പ് നമ്മളിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് എത്ര ഇഞ്ച്, 7 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 3.5 ഇഞ്ച് വെച്ചിട്ട് 3.5 ഇഞ്ചിൽ നമ്മൾ അതിൻ്റെ ഹാഫ് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെയാണ് നമ്മളെ സ്റ്റിച്ചിങ് ലൈന് വരിക. ഈ ആം ഹോളിൻ്റെ ഹാഫ് ഇവിടെ അടയാളപ്പെടുത്തിയല്ലോ, ആ ഹാഫ് പോയിൻ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് നമ്മളൊരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ നമുക്കിത് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളിതൊരു കർവ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് നമുക്ക് ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഹാഫ് അടയാളപ്പെടുത്തി ഈ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഹാഫ് ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ പോയിൻറ്റും തമ്മിൽ നമ്മളൊരു ഇതുപോലൊരു കർവ് വരയ്ക്കണം. ഇതുപോലെ ഇത് നമുക്ക് ഇതുപോലെ ആം ഹോൾ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക. ഇതുപോലെ വരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12 ഇഞ്ചാണ്. ഈ 14 ഇഞ്ച് നമ്മൾക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിന്ന് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 7 അല്ലേ നമ്മളുടെ വന്നത്, ആ 7ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 8 നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യാം. 8 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് എത്ര ഉണ്ടോ ഇതിൻ്റെ ഹാഫ്, ഇത് 9 ഇഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ 8.5 ഇഞ്ച്, അപ്പം 4.25 ഇഞ്ച് നമ്മൾ അതിൻ്റെ ഹാഫ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ
സ്ലീവ് ഇതാ ഇതുപോലെ ഇതുപോലെ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഭാഗം ഇവിടെ നിന്നൊരു ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുമല്ലോ, ഇതിൻ്റെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് അളന്ന് ഇങ്ങനെ നോക്കുക ഇതുവരെ എത്ര ഉണ്ടാവുന്നു. ആ അളവ് നമുക്ക് കറക്റ്റ് ഇവിടെ കിട്ടണം. ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു അര ആ ഒരു ഇതിലെ വ്യത്യാസം വരുള്ളൂ, അത് നിങ്ങൾ കറക്റ്റ് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് ആം റൗണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ 12. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ അളന്ന് നോക്കിയിരുന്നല്ലോ 12. ഇതാ 13.5 നമുക്ക് വേണം. അപ്പോൾ 13.5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഇതാ ഇവിടെ തയ്ക്കുമ്പോൾ പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ താഴെ നമ്മൾ 5 ഇഞ്ച് 5ഉം 1 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് 6 ഇഞ്ച് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് നമുക്ക് ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലീവ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ സ്ലീവ് ഇതാ നമുക്കിതാ ഇതുപോലെ ജോയിൻ്റ് ഒന്നും വരാതെ 2 സ്ലീവ് ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ആദ്യം ഇവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിരുന്നു. ആ ലൈന് നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഇതാ താഴേന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ബാക്ക് നെക്ക് ഇതാ ഇതുപോലെ ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ 2 സൈഡിലും നമ്മൾ നോച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ നോച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത്തൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇതിന്ന് ഉള്ളിലുള്ള ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുക. ഇത് നമ്മളെ ബാക്ക് പാർട്ട്. ഇനി നമ്മൾ ദ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ കൈക്കുഴി ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യണം. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഫ്രണ്ട് നെക്കും കൂടെ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലീവിൽ നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യാനുണ്ട്.
അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ആം ഹോള് സ്ലീവിൻ്റെ ഒരു ഇത്തിരി കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകിൽ നമ്മൾ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെക്കുക, അല്ലെങ്കിൽ ചീത്ത ഭാഗം നിങ്ങൾ സ്ലീവിൻ്റെ ചീത്ത ഭാഗം ഫേസ് ടു ഫേസ് വെക്കുക. അങ്ങനെ ഫേസ് ടു ഫേസ് വെച്ച് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഹാഫ് നേരത്തെ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിരുന്ന ഇതിൻ്റെ ഹാഫ് പോർഷന് കണ്ടുപിടിച്ചിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇതാ ഇതുപോലൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോയിൻറ്റിലേക്ക് ചെറിയൊരു 1/4 ഇഞ്ച് ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇത്തിരി ഒന്നിങ്ങനെ കുഴിച്ച് വെട്ടി കൊടുക്കുക, ഇതാ ഇതുപോലെ. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് ആം ഹോളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുക 2 സൈഡിലും. ഇതുപോലെ നമ്മൾ ഈ പാറ്റേൺ പേപ്പറിൽ തന്നെ നമ്മളെ കറക്റ്റ് അളവിൽ ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ ട്രേസ് ചെയ്ത് നമുക്കിതാ ഈ അളവുകളൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ പേപ്പറിൽ നിങ്ങൾ കട്ട് ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരു കുർത്തി പാറ്റേൺ ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.